ഇതാണ് നമ്മുടെ ബ്ലാക്ക് ചെയ്ത അവസ്ഥ. ഇവൻ്റെ ഇവിടെ ഈ സൈഡൊക്കെ ഓട്ട ചെയ്ത് കാരണം വെള്ളം ഇത്രയ്ക്ക് ആക്കാൻ പറ്റുന്നു. അപ്പോൾ അവനെയും കാട്ടി നിറച്ചും കുറവാണ്. അപ്പോൾ നമുക്കിനി അവനെ പിടിക്കുന്ന വീഡിയോ പിടിക്കാം. അപ്പോൾ ഗായ്സ് ഞാനാണ് കേട്ടോ ഈ മീനെ പിടിക്കാൻ പോകാം. ഫസ്റ്റ് നമുക്ക് ഈ ബോർഡിൽ വെച്ച് നോക്കാം. പതുക്കെ അങ്ങനെ പിടിക്കാം. അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ മുള്ള് കിട്ടാണ്ട് നോക്കിട്ടോ. മുള്ള് നല്ല അപാര മുള്ളാണ്. കിട്ടിയ മാതിരി ഇരിക്കും. കൈ വെച്ച് കിട്ടുവോ? എന്താ എയർപ്ലെയിനോ? ആൾക്ക് സ്ട്രെസ്സായിട്ടുണ്ട്. ആളിപ്പോ സ്ട്രെസ് ബോഡിലാണ് തോന്നുന്നു. ചെറിയ സ്ട്രെസ്സായി കിടക്കും. അവിടെ ആണിയൊക്കെ അടിച്ചിട്ടില്ലേ? ഇവിടെ ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട. ഈ ചാർപ്പാട് കേടാണ്. ചാക്കില് വെള്ളം മാറ്റി കൊണ്ടുപോകും. നമുക്ക് ഇതിന്ന് കോരി എടുക്കണം. അപ്പൊ ഞാൻ തന്നെ എല്ലാം മുൻഗണനയോടെ ചെയ്യണം പറഞ്ഞ എന്ത് ചെയ്യണ്ടായി. ചത്താൽ പോലും എന്റെ ട്രാക്ക് ഷൂട്ടിലുള്ള ചിലവ് സംഭവിക്കും. എങ്ങനെ കോരിക്കളയുന്നേ? കുത്തി അത് ചില്ലി വട്ടണ്ടേ? അയ്യാ എടാ ഇത് കൊറേ നേരം എടുക്കും. എന്തായാലും നമുക്ക് ഇത് കോരി കളഞ്ഞിട്ട് കാണാം. അങ്ങനെ രണ്ടുപേരും കൂടി ചെയ്യാൻ തുടങ്ങി. ഞാൻ പിന്നെ ക്യാമറമാനായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ല. ആണോ? ഓ മരത്തിനെങ്കിൽ കിട്ടട്ടെ എന്നാണ് എനിക്ക് സൂര്യന്റെ മരത്തേക്കെങ്കിൽ ആദ്യം മണ്ടക്കിന് ഒഴിക്കണം. ആദ്യം കടന്ന് ശരിക്കും പോണ്ടേ. എന്താ വർക്കിങ്? സ്പീഡ് വർക്കേഴ്സാണ്. സ്പീഡ് വർക്കേഴ്സ്. ആ എന്താ ആള് ഒരാൾ അവിടെ കടന്ന് ഇരിക്കുന്നുണ്ട്. കൂലി നക്കിക്കോ. നോക്കിയും കണ്ട് അറിയടാ. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ആക്റ്റീവായി വരുന്നുണ്ട്. എന്തായാലും ഫുള്ള് വെള്ളവും വച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഇത് എന്താണ് മൊത്തം ഡ്രൈ ആക്കി വറ്റിച്ച് ഇതാക്കി. സൂര്യന്റെ ബുദ്ധിയാണത്. തുണിയെടുത്തിട്ട് ഇങ്ങനെ ആക്കി. ഓ അത് ചാക്ക് നമുക്ക് ഇരിക്കാടി അടിക്കറ അയ്യോ അല്ലേ അന്നത്തെ വഴി ആവും ടാർപ്പായിന്റെ ആദ്യം സൂര്യായിരിക്കും മുറിക്കണത്. എന്റെ കാല് പിടിച്ചതിന് നന്നായിട്ട് ആ നിന്റെ കാല് പിടിച്ചിട്ടല്ലേ പിടിക്കണം. അവിടെ പിടി. അങ്ങനെ നമുക്ക് മുക്കിയാട്ടോ. ഇങ്ങനെ ഇനി എന്തായാലും നമുക്ക് മുറിച്ചിട്ട് കാണാം. ടാപ്പായൊക്കെ മുറിച്ച് കഴിക്കണം. അപ്പൊ നമുക്ക് ആക്കി വെക്കാം. ഇതാണ് മണിക്കൂട്ടം കഴിച്ചു. ഓസ്കാറിനെ നോക്കിയിരിക്കുകയാണ്. ഓസ്കാർ അളകില്ലല്ലോ. എന്തായാലും നമുക്ക് ഇത് സെറ്റാക്കണ നോക്കാം. നാണി അടിക്കേണ്ടി വരൂടെ. പിന്നെ എന്താണ് അവിടെ അതൊന്ന് ഇങ്ങോട്ട് വലിക്കറ. ആണി നേരത്തെ അടിച്ചാണ്. ആണി വെച്ച് അടിച്ചാലൊക്കെ സെറ്റ് ആവുള്ളൂ.
കുറച്ച് ഇതങ്ങോട്ട് അവിടെ ആരെങ്കിലും ആക്കും. ആരെങ്കിലും ഒരാൾ ഇതിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു തോന്നുന്നുണ്ട് guys. അത് ശരിയാണ്. ഇറങ്ങണ്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ കീറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ആദ്യം അപ്പം നമ്മുടെ ടാങ്ക് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം നിറയ്ക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഓസ്കാറിനെ നമുക്ക് ഇതിലേക്ക് ഇറക്കാൻ. അപ്പം നമുക്കിനി വേഗം വെള്ളം നിറയ്ക്കാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫൈറ്റില്ലേ, ഫൈറ്റ് അന്ന് ഓർമ്മയുണ്ടോ? അതിപ്പോൾ ബ്രീഡായി മുട്ടൻ്റെ വീഡിയോ ഇട്ടുണ്ട്. അത് വിരിഞ്ഞിട്ട് നമുക്ക് കാണാം. അതിൽ കുട്ടികൾ ഇതാ ഇതിലുണ്ട് കേട്ടോ. ഇത് ക്ലിയറായി കാണുമോ എന്നറിയില്ല. നിറച്ചുണ്ട് ചെറുതായി ഓടുന്ന കാണാൻ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ കുട്ടികളെന്ന് പറയുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കിട്ടുന്ന വിചാരിച്ചതായിരുന്നില്ല. അപ്പം നമുക്കിനി ഇതിൻ്റെ അപ്ഡേഷൻസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം നമുക്കിനി ഓഫ് കട്ടാണെങ്കിൽ വെള്ളം നിറച്ചിട്ട് കാണാം. അപ്പം അർജുമ്പോൾ വെള്ളം ഒഴിക്കാൻ പോവാം കേട്ടോ ടാങ്കിലേക്ക്. വെള്ളം ഇറങ്ങിട്ട് ഇനി നമുക്ക് വെള്ളം നിറക്കാം. ജസ്റ്റ് നമ്മൾ ഇതുവരെയാണ് വെള്ളം നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ചാടുമെന്നൊരു ഭയത്തിൽ നമ്മൾ പകുതിയോളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫുള്ള് വെള്ളം അപ്പോൾ നമ്മുടെ ടാങ്കിൽ ഇത്രയും വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അർജുനും ആദ്യം കൂടി റിലീസ് ചെയ്യണം. അവിടെ നിന്ന് കാട്ടിട്ട് വേണ്ടി അവരങ്ങനെ റിലീസായി പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.